ഞങ്ങൾ ആദ്യം തന്നെ ഒന്നൊരു കരാറിൽ ഒപ്പിട്ടു. ആ കരാറിന്റെ വരികൾ ഇങ്ങനെയായിരുന്നു. എന്തായിരുന്നു വരികളില്ല, 15 ദിവസം കൊണ്ട് ഈ പ്രോജക്റ്റ് നമ്മൾ തീർത്തിരിക്കും. രാത്രി പകലെന്നില്ലാതെ അധ്വാനിക്കും. ഇത് വിജയത്തിന് ശേഷം മുറ്റത്ത് റോൾസ് റോയ്സോ BMW ഒക്കെ വരും പ്രൊഡ്യൂസർ ഈ സക്സസ് അല്ലേ? ഇപ്പൊ അങ്ങനെയാണല്ലോ, വിജയത്തിന് ശേഷമാണ് കൊടുക്കുന്നത്. റവന്യൂ ഷെയറിംഗ് പോലെ മുറ്റത്തൊരു കാറ് സർപ്രൈസ്. BMW വലിയ താല്പര്യമില്ല, എനിക്ക് മിനി കൂപ്പർ താല്പര്യം. അതെ, എനിക്കൊരു പാർട്ണർ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഈ പ്രൊഡക്ഷനിൽ. അയാൾ 4-ാം ദിവസം പ്രോജക്റ്റ് ചെയ്യണില്ല, അല്ലെങ്കിൽ പുള്ളി ബാക്ക് ഓഫ് ചെയ്തു. കഴിഞ്ഞ 8 ഇന്റർവ്യൂവിൽ ഇവളത് പറഞ്ഞു. അയാള് തുമ്മി ലൈക് ഷോ അഡ്മിറ്റ് ആയിട്ട് ഇപ്പൊ ഡിസ്ചാർജ് ആയി. ഒരു കാര്യം തീരുമാനിച്ചായിരുന്നു, എന്ത് പ്രശ്നം നടന്നാലും വിടില്ല, ഞാൻ ചെയ്തിരിക്കും. പിന്നെ വാശിയാണല്ലോ നമുക്ക്. ഗെയിമും കളിക്കണം, PR-ഉം വേണം. എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും PR ഉണ്ട്. ഇവിടെയുള്ള വലിയ വലിയ താരങ്ങൾക്ക് PR ഉണ്ട്. ഇവിടെയുള്ള വലിയ വലിയ പൊളിറ്റീഷ്യന്മാർക്ക് PR ഉണ്ട്. എല്ലാവർക്കും PR ഉണ്ട്. ഇല്ലേ, നിങ്ങളെ ഇപ്പൊ വിളിച്ച് നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് PR-ന്റെ ഭാഗമല്ലേ? നിർമ്മാതാവ് തന്നെ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ചെലവാക്കണമെങ്കിൽ ഒരാൾക്ക് പൈസ കൊടുക്കണ്ട എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും സ്വന്തമായിട്ട് അഭിനയിക്കാൻ തയ്യാറാവാതെ, അത് ഞാൻ പറയാൻ വന്നേ, സ്വന്തമായിട്ട് അഭിനയിക്കാൻ തയ്യാറാവാതില്ല. അതിനകത്ത് എനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഞാനല്ല പിന്നെ ആരഭിനയിക്കാൻ. പിന്നെ വീണ ചോദിച്ചായിരുന്നു, നായികയായിട്ട് ഞാൻ ചെയ്താലോ എന്ന് ചോദിച്ചാൽ. എവിടേക്ക് ഒരു സൗഹൃദ വലയം എന്നപ്പുറത്തേക്ക് സിനിമയായിട്ട് വരുമ്പോൾ ഇത് ആദ്യം പോകണം എന്ന് തന്നെയാണ് പറയാം. അപ്പൊ ആ സൗഹൃദം ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസറോട് ചോദിക്കട്ടെ. ഉറപ്പല്ലേ? ഉണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഞാനൊരു കാര്യം പറയട്ടെ, മലയാളം വെബ് സീരീസിന് പരിചിതമായ ചില വഴികളുണ്ട്. ഫൺ ഫാമിലി ഡ്രാമയും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ. അതിൽ നിന്നും മാറി പുതുവഴി വെട്ടുകയാണ്, ഹൊറർ കോമഡിയുമായിട്ട് എത്തുകയാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. സോ വിശേഷമായിട്ട് താരങ്ങളുണ്ട്, സംവിധായകനുണ്ട്, നിർമ്മാതാവുണ്ട്. സോ നമസ്കാരം. ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് ഒപ്പം പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ, അതുപോലെ തന്നെ അഭിനയം പരിപാടികൾ കുറെ ഉണ്ട്. വീട്ടിലോട്ട് ED എപ്പോ എത്തും? മിക്കവാറും ഇവിടുന്ന് തന്നെ എനിക്ക് ഇടി കിട്ടും. ആക്ച്വലി പിന്നെ അവരുണ്ട്, താരമുണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട് പറഞ്ഞപ്പോ ഇവളൊന്ന് അഭിമാനത്തോടെ ഇരുന്നതാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാന്ന് പറയാൻ പോയതാണ്. ED സാറല്ല, അതിനുള്ള ED വന്നാൽ ഞാൻ ചായ ഇട്ട് കൊടുക്കും. ED വന്ന് ചായ ഇട്ട് കൊടുക്കുന്നത്, അതിന് ചായപ്പൊടി പോലും ഇല്ല. ചിലതൊക്കെ നല്ലതാണ്. നമ്മൾ വളർച്ചയുടെ പാതയാന്ന് അറിയിക്കാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി. നാണം കെടും ചായ കുടിച്ചാല. പലപ്പോഴും ഈ നിർമ്മാതാവ് തന്നെ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ചെലവാക്കണമെങ്കിൽ ഒരാൾക്ക് പൈസ കൊടുക്കണ്ട എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും സ്വന്തമായിട്ട് അഭിനയിക്കാൻ തയ്യാറാവാതെ, അത് ഞാൻ പറയാൻ വന്നേ, സ്വന്തമായിട്ട് അഭിനയിക്കാൻ തയ്യാറാവാതില്ല. അതിനകത്ത് എനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഞാനല്ല പിന്നെ ആരഭിനയിക്കാൻ. അതോട്ടാ ചോദിച്ചു, അങ്ങനെ ഒരു ഓപ്ഷൻ ചിന്തിച്ചില്ല. സുനീഷ് എന്നോട് പറഞ്ഞിരുന്നു, ചോദിച്ചിരുന്നു സുനീഷേട്ടാ നമുക്ക് ഇതിനകത്ത് എനിക്ക് പറ്റുന്നത്, നമ്മൾ ഇതിന്റെയൊക്കെ വെരി ബിഗിനിങ് സുനീഷനോട് സംസാരിച്ചപ്പം എനിക്ക് പറ്റുന്ന ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചതാണ്. അതിനകത്ത് ഇനി ആരെ റീപ്ലേസ് ചെയ്ത് ലേഡി ക്യാരക്ടർ ആക്കിയാലും ഇപ്പൊ ഇരിക്കുന്ന ഭംഗി ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടി കിടക്കുന്നത്. അതിനകത്തുള്ള ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ അതിനകത്ത് MLA ഉണ്ട്, പിന്നെ അതിനകത്ത് നമ്മുടെ ശ്രീജിത്ത് MLA ആയിട്ട് ജയൻ ചേർത്തല, ശ്രീജിത്ത് രവി ഉണ്ട്, സെന്തിലുണ്ട്, ബാലായി ചേട്ടനുണ്ട്. ഈ ക്യാരക്ടറുകളൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതാ. അതിനൊക്കെ ഓരോരോ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സാ. അതൊരു ലേഡി ആ ക്യാരക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ മുഴുവൻ മാറും. പക്ഷെ നമ്മൾ വെള്ളിമുങ്ങലയുടെ പ്രൂവ് ചെയ്താണ് രാഷ്ട്രീയ പരിപാടി സാധനം അല്ല. അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ ഇതിന്റെ സ്ട്രക്ചർ പോവും. ഞാനത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു ആദ്യത്തെ പ്രൊഡക്ഷൻ നമ്മുടെ സ്വന്തം കുഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിന് നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കുന്ന. പിന്നെ വീണ ചോദിച്ചായിരുന്നു, നായികയായിട്ട് ഞാൻ ചെയ്താലോ എന്ന് ചോദിച്ചാൽ. പക്ഷെ അപ്പോഴേക്കും അവിടെ ആദ്യം ഇല്ലാത്തതിൽ ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹോമം നടക്കുന്ന സീക്വൻസിൽ കളം വരയ്ക്കുമ്പോ വീണയെ വരച്ചാലോ എന്ന് ആലോചിച്ചു. ഡയറക്ടർ ബ്രില്യൻസ് ആയി അവളൊരു തരത്തിലും വന്നില്ല. ഒരു ഒറ്റം വലിയ ആർട്ടിസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന, നമ്മൾ പറയുന്ന സിനിമയിൽ പറയുന്ന പോലെ പുലിമടയ്ക്ക് കയറുന്ന പോലെയാണ്. നമ്മൾ അതിന്റെ ട്രെയിലർ കാണുമ്പോഴും അത്തരത്തിലൊരു എൻട്രി കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ആർട്ടിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നാഗന്യൊക്കെ ചെയ്തിട്ട് പെർഫോം ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പുലിമടയിലേക്ക്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നത് കൂടെയാണ്, ചേട്ടന്റെ കൂടെയും
ചേട്ടൻ്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. So എനിക്ക് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്, എനിക്ക് ഒരു സീന് ഒരു കൂടെ പോരുന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കൂടെ ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് എന്താ പറയാ, എനിക്ക് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വന്നത് തന്നെ ആദ്യം നന്നായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വന്നത്. കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള കാര്യമുണ്ട്. സോ ചലഞ്ചിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സോ പിന്നെ ഷാഹിദ് ചേട്ടനാണെങ്കിൽ ഭയങ്കര വ്യക്തമായിട്ട് ധാരണയുണ്ട്. അപ്പൊ എന്ത് ഡൗട്ട് ചോദിച്ചാലും ആൾക്ക് പറഞ്ഞു തരാൻ അത്രയും വ്യക്തമായ ധാരണയുണ്ട് ആൾക്ക് എന്താണ് ഈ ക്യാരക്ടറിനോട് വേണ്ടതെന്നുള്ളത്. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഭയങ്കര ഒരു വലിയ ഭാഗ്യമാണ്. ഇത്ര ഭംഗിയായിട്ട് സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് തന്നെ സുനീഷേട്ടന് തന്നെ ഒരു പത്രവാർത്തയുമായിട്ട് ആസ്പദമാക്കിയിട്ടാണ് ഈ എഴുത്തിലോട്ടുള്ള ചിന്തയിലേക്ക് പോകണമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ന്യൂസ് വരുന്നു, ആ ന്യൂസിൽ നിന്ന് ആ ത്രെഡ് ഇത്രത്തോളം ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു വെബ് സീരീസിലോട്ടുള്ള എനിക്ക് മാർക്കറ്റ് ഉണ്ട്, ഇതിന് കാണുന്നതിന് ഭയങ്കര ഒരു വിഷയം വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വെബ് സീരീസിലോട്ട് മാറ്റുന്നതിൽ പാകപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തായിരിക്കും? അത് ഇല്ല, ഈ സബ്ജക്റ്റ് ഞങ്ങളിലേക്ക് എത്തിയതാണ്. ഞാൻ പറഞ്ഞ സുനീഷ് ഇത് ആദ്യം നമ്മളോടല്ല സംസാരിക്കുന്നത്. സുനീഷ് സീനോട് സംസാരിച്ചിട്ട് സിയാണ് അവരാണ് ഇത് കൺഫേം ചെയ്യുന്നത്. അവർക്ക് ചെയ്യേണ്ട ഒരു വെബ് സീരീസ് ആണെന്ന് സിയാണ് തീരുമാനിക്കുന്നത്. സിയുടെ ടീം തീരുമാനിച്ച സമയത്ത് നമ്മൾ അവിടെ ഒരു പ്രോജക്റ്റുമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പോയപ്പോൾ വീണേനോട് അവരാണ് ഇങ്ങോട്ട് പറഞ്ഞത്, സുനീഷ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എടുത്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നന്നായിരിക്കും, നിങ്ങൾ ചെയ്തു നോക്കുന്നു. അപ്പം വീണ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടിയാണ്, പിടിച്ചു നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാം. കാരണം ഞാൻ AD ആയിട്ട് വർക്ക് ചെയ്തതോ ഞാൻ ചെയ്ത സിനിമകൾക്കോ ഒന്നും ഒരു ഹൊറർ സ്വഭാവമുള്ള ഒരു പരിപാടികളൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. പിന്നെ എന്ന് പറയുന്നത് സിയെ സംബന്ധിച്ച് അവർ മലയാളത്തിൽ ആദ്യമായിട്ട് സീരീസുകൾ ലോഞ്ച് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ ഡിസ്കഷനിൽ വന്ന 2 പ്രോജക്റ്റുകളിൽ ഒന്നാണ് ഇത്. അപ്പം അവരെ സംബന്ധിച്ചും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇത് എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തും, പ്രേക്ഷകർ ഇത് സ്വീകരിക്കുമോ, അപ്പൊ അവർ ഇതിലേക്ക് എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ അവർ കൺസേൺ ആണ്, ബിസിനസ് ആണല്ലോ. അപ്പം ആ കൺസേൺ മുന്നിൽ വെച്ച് ചെയ്യേണ്ടി വരും എന്നുള്ളതായിരുന്നു എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ബഡ്ജറ്റാണ്, ഷൂട്ടിംഗ് ഡേ ബഡ്ജറ്റ് കുറയുമ്പോൾ ഷൂട്ടിംഗ് ഡേയ്സ് കുറയും. അപ്പം അതിനനുസരിച്ച് നിൽക്കുക. അപ്പം വീണനോട് ഞങ്ങൾ ആദ്യം സംസാരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ തീരുമാനിച്ച കാര്യം, നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കി ഈ പൊരുത്തപ്പെട്ട് സിനിമയുടെ ക്വാളിറ്റിയിൽ അവർക്ക് ഇത് വേണം. ഇപ്പം ഈ ക്വാളിറ്റി ബഡ്ജറ്റ് കുറയ്ക്കുമ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നില്ല, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നില്ല. കാരണം സിനിമ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യണം. സിനിമയ്ക്ക് എന്തൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ആവശ്യമുണ്ടോ ആ പ്രോസസ്സിലൂടെ എല്ലാം കടന്നു പോയിട്ട് തന്നെയാണ് ഇത് വരുന്നത്. ഇപ്പം നമ്മൾ തിയേറ്ററിൽ വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ സാധനം മിക്സ് ചെയ്യുന്നത്. അപ്പം അത്തരം കോംപ്രമൈസുകളൊന്നുമില്ല. ആകെ നമുക്ക് കോംപ്രമൈസ് ചെയ്യുന്ന എവിടെയാണ്, ഇത് ഷൂട്ട് ചെയ്യുന്ന ഡേയ്സിലും ബഡ്ജറ്റിലും ആണ്. അപ്പം നമുക്ക് ആ ബഡ്ജറ്റിൽ ഒതുക്കുന്നതിന് ഒരുപക്ഷെ ദിവസം കുറയ്ക്കാൻ പറ്റും ഈ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലേക്ക്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്നത് കാസ്റ്റിംഗിന്റെ സമയത്താവും റെമുനറേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം എവിടേക്ക് ഒരു സൗഹൃദ വലയം അപ്പുറത്തേക്ക് സിനിമയായിട്ട് വരുമ്പോൾ ഇത് ആദ്യം പോകണം എന്ന് തന്നെയാണ് പറയുക. അപ്പം ആ സൗഹൃദം ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടോ? പ്രൊഡ്യൂസറോട് ചോദിക്കട്ടെ. ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഇവർക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഏതെങ്കിലും വെബ് സീരീസില് ഇത്ര ആർട്ടിസ്റ്റുകളെ കണ്ടു. അതാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എല്ലാം ഇതിനകത്ത് നല്ല ആർട്ടിസ്റ്റുകളൊന്നുമില്ല. ഒക്കെ ആ സ്നേഹത്തിന്റെ പുറത്ത് വന്നേക്കുന്നതല്ലേ. പക്ഷെ ഒരു 7 എപ്പിസോഡോളം വരുന്ന ഒരു സീസൺ, അതൊരു 15 ദിവസത്തിനുള്ളിൽ എടുത്തു തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അസാധ്യമാണ്. നമ്മൾ ഈ ചിരിച്ചു പറയുന്നെങ്കിലും അതൊരു ചെറിയ കാര്യമല്ല. അത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും, ഇപ്പൊ യൂണിറ്റിന്റെ ആൾക്കാരായിക്കോട്ടെ, ഇപ്പോൾ ആർട്ട് ടീം ആയിക്കോട്ടെ, കോസ്റ്റ്യൂം ആയിക്കോട്ടെ, മേക്കപ്പ് ആയിക്കോട്ടെ, എല്ലാവരും ഒരേപോലെ നിന്നത് കൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം വന്നോണ്ടല്ലോ നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നത് മുഴുവൻ ഇല്ലാണ്ടാവും. ഇവര് അത്രയും ഇതായിട്ട്, ഇപ്പം നമ്മുടെ ക്യാമറാമാനും ഡയറക്ടറും തമ്മിൽ ഓൾറെഡി നല്ല ബോണ്ടിങ് ഉണ്ട്. അതൊരു മെയിൻ ഐറ്റം വേണ്ട, അതവിടെ ഉണ്ട്. പിന്നെ ഈ ആർട്ടിസ്റ്റുകൾ പെട്ടെന്ന് ഇവർ രണ്ടുപേരും തമ്മിൽ വന്നപ്പോഴേ ഭയങ്കര സിങ്കായി. അപ്പൊ തന്നെ നമ്മുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഓക്കെയാണ്. ഞങ്ങൾ ആദ്യം തന്നെ ഒന്നൊരു കരാറിൽ ഒപ്പിട്ടു. ആ കരാറിന്റെ വരികൾ ഇങ്ങനെയായിരുന്നു. 15 ദിവസം കൊണ്ട് ഈ പ്രോജക്റ്റ് നമ്മൾ തീർത്തിരിക്കും. അത് രാത്രിയും പകലെന്നില്ലാതെ അധ്വാനിക്കും. മറ്റേ കുംബ്ലങ്ങി നൈറ്റ്സിൽ പറയുന്ന പോലെ ആള് വിളിച്ചു വരും, പക്ഷെ പണിയെടുപ്പിക്കാനൊന്നും വിളിക്കൽ തോന്നുന്നുണ്ട്. അങ്ങനെ ഇവരാരും ഗൂഗിൾ പേയില്
അങ്ങനെ സ്നേഹം ഹായ്. ഹാർട്ട് ഇട്ട് കൊടുക്കും. സ്നേഹം മാത്രം സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. സൗണ്ട് വരുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ ഇതിലെ നമ്മൾ ആർട്ടിസ്റ്റിന്റെ ഒരു POV ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും മുമ്പ് വർക്ക് ചെയ്ത പ്രൊജക്റ്റിലെ ഒരു രീതിയിൽ കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളതാണ് അതിന്റെ ചിന്തിക്കേണ്ടത്. മേക്കിങ്ങിലാണെങ്കിലും എല്ലാം പ്രൊഡ്യൂസറിന്റെ കാര്യത്തിലാണ് വരുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാൽ പോലും ഇതൊന്നും ബഡ്ജറ്റിനുള്ളിൽ നിൽക്കാൻ പറയും. ഇത് അവളുടെ കാര്യങ്ങൾ ആക്ച്വലി വീണ ആസ് എ പ്രൊഡ്യൂസർ കാര്യങ്ങൾ പറഞ്ഞു, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് ഈ സിറ്റുവേഷൻ, ഇതാണ് നമുക്ക് ഇത്ര ഇത് ചെയ്യണം, ആ ഒരു ബഡ്ജറ്റിനകത്ത് നമ്മൾ തീർക്കാവുന്ന എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യുന്നത്, അത് വർക്കിനെ ബാധിക്കാത്ത തരത്തിൽ ബാക്കിയെല്ലാം നന്നാവണം, എല്ലാ ഏരിയകളും നന്നാവണം, എല്ലാം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോ പൈസ മാത്രം നമ്മൾ മേടിച്ചിട്ട് വേറെ ഏരിയ കുറച്ചാൽ ഇതിന്റെ ക്വാളിറ്റി എല്ലാം പോകും. അപ്പൊ എല്ലാം നന്നാവണം. പക്ഷെ അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ കലാനിധിമാരനും അതുപോലെ മമ്മൂട്ടി കമ്പനിയൊക്കെ ചെയ്യണ പോലെ ഇത് വിജയത്തിന് ശേഷം മുറ്റത്ത് റോൾസ് റോയ്സോ BMW ഒക്കെ വരും പ്രൊഡ്യൂസർ. ഈ സക്സസ് അല്ലേ ഇപ്പൊ അങ്ങനെയാണല്ലോ, വിജയത്തിന് ശേഷമാണ് കൊടുക്കുന്നത് റവന്യൂ ഷെയറിംഗ് പോലെ. മുറ്റത്തൊരു കാറ് എനിക്ക് BMW വലിയ താല്പര്യമില്ല, എനിക്ക് മിനി കൂപ്പർ താല്പര്യം. അതെ, പക്ഷെ നിങ്ങൾ ചുമ്മാ പറഞ്ഞാണെങ്കിലും ഒരിക്കലും സംഭവിച്ചിരിക്കും. അതെ, അങ്ങനെയാണെങ്കിൽ മിനി കൂപ്പർ ഒരിക്കലും ഞാൻ മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് ഇതിലാണെന്ന് പറഞ്ഞില്ല. ഈ പ്രോജക്റ്റ് ആണെന്ന് പറയണില്ല, പക്ഷെ ഒരിക്കലും സംഭവിച്ചിരിക്കും. ഒരു റോളക്സിന്റെ വാച്ചെങ്കിലും സംഭവിക്കും. സംഭവിക്കും, പറയാൻ പറ്റില്ല. എനിക്ക് താല്പര്യം, എനിക്ക് സെക്കൻഡ് ഹാൻഡ് മതി. റോളക്സ് ആണെങ്കിലും പറയാൻ പറ്റില്ല. നമുക്ക് ഒന്നും എന്താണ്, ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷെ ഇവിടെ ഉഗ്ര കോർഡിനേറ്റർ ആട്ടോ. ആണല്ലേ, അവള് കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഒന്നും അറിയിക്കാതെ, നമ്മളെ അറിയിക്കാതെ തന്നെ പല കാര്യങ്ങളും പലപ്പോഴും തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പ്രൊഡക്ഷൻ ആകുമ്പോൾ എത്ര വലിയ പ്രൊഡ്യൂസർ ആയാലും ഉണ്ടാവാം, സ്വാഭാവികമായിട്ട്. അതൊന്നും അറിയിക്കാതെ നമ്മളെ കറക്റ്റായിട്ട് അത് തീർക്കുന്നവരെ നമ്മളൊന്നും ചെയ്യണം. പിന്നെ ഡിലേ ആകുമ്പോൾ നമ്മൾ വിളിച്ചു ചോദിക്കുക എന്താ എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി ഡിലേ നമുക്ക് ഒരുപാട് ചിലപ്പോൾ ഫണ്ടായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെതായ ടെക്നിക്കൽ വശങ്ങളാവാം. പക്ഷെ ഒന്നും നമ്മളെ ആക്ച്വലി അറിയിച്ചിട്ടില്ല. എന്നൊരു സത്യത്തിൽ സംഭവിച്ചത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ, എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഈ പ്രൊഡക്ഷനിൽ. അയാൾ 4-ാം ദിവസം പ്രോജക്റ്റ് ചെയ്യണില്ല, അല്ലെങ്കിൽ പുള്ളി ബാക്ക് ഓഫ് ചെയ്തു. സോ അത് മുതല് ഇവരെ ഞാൻ അറിയിച്ചിട്ട് എന്ത് കാര്യം കിട്ടുക, ഇവർക്ക് ടെൻഷൻ ആവും. നമ്മള് മറ്റേ റാഞ്ച് രാവിലെ കണ്ടല്ലേ പുറത്ത് സുമാരിയമ്മ കാറിലിരിക്കുമ്പോ മുകേഷ് പറഞ്ഞില്ലേ അമ്മ ഇരിക്കുന്നുണ്ട് പുറത്ത്, 4-ാം ദിവസം മുങ്ങിയ പാർട്ട്ണറെ ഇന്ന് രാവിലെ തൊട്ട് ഹോസ്പിറ്റലിലാണ് ഡിസ്ചാർജ് ആയി പോകുന്നതാ. വേദന അതാണ്. അപ്പൊ അയാള് ഇപ്പൊ 4-ാം ദിവസം മുങ്ങി, അതുകൊണ്ട് ഞാൻ ആ പ്രഷർ അനുഭവിച്ചു എന്നാണ്. അപ്പൊ കഴിഞ്ഞ 8 ഇന്റർവ്യൂവിൽ ഇവളത് പറഞ്ഞു. അയാള് തുമ്മി ലൈക് ഷോ അഡ്മിറ്റ് ആയിട്ട് ഇപ്പൊ ഡിസ്ചാർജ് ആയി. അതല്ല ഇനിയിപ്പോ ആള് തുമ്പുമ്പോ വിചാരിക്കണ്ടോ ഇന്റർവ്യൂ നടക്കണ്ടോ. പക്ഷെ എനിക്ക് സന്തോഷം, ഈ ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പം എനിക്ക് മാനസികമായിട്ട് നമ്മള് ഒരു സന്തോഷം ഉണ്ടാവില്ലേ, നമ്മൾ അത്രയും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തു. ചുമ്മാ നമ്മൾ ഈ ചിരിച്ച് പറയുന്നെങ്കിലും ഇതിന്റെ പിന്നിൽ കഴിഞ്ഞ 1 ഇയർ ആയിട്ട് ഞാൻ പിന്നാലെ നടക്കാം. എന്തുകൊണ്ടായിരിക്കും ആൾ പിൻവാങ്ങിണ്ടാവുക? ഞാൻ അറിഞ്ഞത് ഇതാണ്, ഈ പ്രോജക്റ്റ് സിയുടെ പേയ്മെന്റ് ഒന്നും കിട്ടാൻ പോണില്ല, ഇത് സി എഗ്രിമെന്റ് അങ്ങനെ കുറെ മറ്റേ എന്താ പറയാ ഇതങ്ങനെ റിലീസ് ആവണമെന്ന് ഉറപ്പില്ല, അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കണം. ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ആക്ച്വലി ഇൻസ്പെക്ടർ ബംഗ്ലാവ് ഹൊറർ ആദ്യം പേടിച്ച ഇതില് വീണ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പം തുടക്കത്തില് ആരായാലും അതൊരു ട്രസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ അത്രയും നമ്മൾ വിശ്വസിക്കില്ല 7 എപ്പിസോഡിന് ഈ ബഡ്ജറ്റിൽ എങ്ങനെ തീർക്കും എന്ന് പറയുന്ന ഒരു കൺസേൺ അതിനകത്തുണ്ട്. അപ്പൊ ഈ ബഡ്ജറ്റിനകത്ത് തീരില്ല, ഈ ദിവസം കൊണ്ട് തീരില്ല. ഇപ്പൊ സീരിയൽസ് ഒക്കെ ഒരു ദിവസം ഒരു എപ്പിസോഡ് 1.5 എപ്പിസോഡ് ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ സീരിയൽ ചെയ്ത് പരിചയമുള്ള ഒരാളല്ല. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമയാണെങ്കിലും അത് വേറൊരു മീറ്ററിൽ നിൽക്കുന്ന സിനിമയാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് അവിടെ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് ഇത് അങ്ങ് അടിച്ചു തീർത്തും കൂടെ പോരാനൊന്നും പറ്റില്ല എന്നുള്ള തോന്നലുകളൊക്കെ എന്നോട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണ് നീ സമ്മതിച്ചത്, നീ എങ്ങനെ ഇത് തീർക്കാൻ പോണത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചിലരൊക്കെ. അപ്പൊ ആ ചോദ്യം പുള്ളിനോട് ചോദിച്ചിട്ടുണ്ടാവുമായിരിക്കാം, ഞങ്ങൾ അറിയുന്നില്ല കേട്ടോ. ഇപ്പോഴും വീണ പറയുന്ന പോലെ ആ പാർട്ട്ണറെ എനിക്കറിയില്ല, എനിക്ക് നല്ല ഇവിടെ ആർക്കും അറിയില്ല. വീണയ്ക്ക് എനിക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്റെ കൂടെ ഉണ്ട്. പണ്ടിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല എന്നുള്ള
ഉറപ്പ് തന്നത് കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ. അപ്പം തുടങ്ങി ഒരു 3 ദിവസം, മൂന്നാമത്തെ ദിവസം 4ാമത്തെ ദിവസമാണ് വീണ എന്നോട് പറയുന്നത്, ചേട്ടാ ചെറിയൊരു പ്രശ്നമുണ്ട്, എന്റെ ഫണ്ട് ബ്ലോക്ക് ആവും, കാരണം ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ആള് മാറി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യും നമ്മള്, ഇതൊന്നും ഒരു ഷെഡ്യൂൾ ചെയ്യാനോ ബ്രേക്ക് ചെയ്തിട്ട് റീഷൂട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നും പറ്റുന്ന ഒരു അവസ്ഥയിലല്ല നമ്മൾ ഷൂട്ട് നടക്കുന്നത്. ഇപ്പൊ ഈ ഒരൊറ്റ സ്ട്രെച്ചിൽ ഈ പരിപാടി നടക്കണം, നടന്നില്ലെങ്കിൽ പണി പാടും എന്നുള്ള ഒരു ഇതിനകത്താണ് പോകുന്നത്. അപ്പം ആ കോൺഫിഡൻസ് അവൾക്കുണ്ടായിരുന്നു, ഞാനിത് മുടക്കില്ല, ഞാനിത് എങ്ങനെയെങ്കിലും ഇത് ഷൂട്ട് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യും, അതിനിപ്പോ എന്ത് വേണമെങ്കിലും ഞാൻ ഫേസ് ചെയ്തോളാം, ഞാനിത് കംപ്ലീറ്റ് ചെയ്യും, ആ പേര് ദോഷം ഞാൻ കേൾപ്പിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു. അത് എവിടെ നിന്ന് വന്ന കോൺഫിഡൻസ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് എവിടെയോ അറിയാതെ ഇതിനെ ഒരു ഭയങ്കര ഫ്യൂൽ ആയിട്ടുണ്ട് പുള്ളി, അല്ലെ? നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഊർജ്ജമാണ്. അതെ, 4 ദിവസമായില്ലേ നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് അത്രയും ടീം വന്ന് നിൽക്കില്ലേ, ഇത് തീർക്കണ്ടേ. ഒരു കാര്യം തീരുമാനിച്ചായിരുന്നു, എന്ത് പ്രശ്നം വിടില്ല, ഞാൻ ചെയ്തിരിക്കും. പിന്നെ വാശിയാണല്ലോ നമുക്ക്, എങ്ങനെ ഇത് ചെയ്യാം. ഒരുപാട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു. കാരണം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരുപാട് പൈസയൊന്നും അടുക്കി വെച്ചിട്ടുള്ള, ഞാൻ വളരെ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരാളാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലി നോക്കി എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന സാധാരണ ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. അപ്പം ഞാനൊരു പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ചില്ലറയൊന്നും അല്ല സ്ട്രഗ്ലിങ് വരിക നമുക്ക്. പിന്നെ അതിനുശേഷം നമ്മളിത് ഒരു പകുതി എത്തിയപ്പോൾ നമുക്കൊരു നല്ല ഇൻവെസ്റ്റർ വരിക ചെയ്തത്. അത് വന്നു കേട്ടോ. അതിന് വലിയ എമൗണ്ടിനല്ല, ഒരു ചെറിയ എമൗണ്ടിന് നമ്മളൊരു പ്രൊജക്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന ശേഷം ഒരു ടീം നമ്മളുടെ അടുത്ത്, ചെന്നൈയിൽ നിന്നുള്ളൊരു ടീം, അവർ എനിക്കൊരു വലിയൊരു സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഒരു ടീമാണ് ഇപ്പം എൻ്റെ ഇൻവെസ്റ്റർ ആയിട്ടുള്ളത്. ഇനി എൻ്റെ വരുന്ന പ്രോജക്റ്റിലൊക്കെ അവർ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല, ഇതൊരു നിയോഗമാണ് ഇങ്ങനെ വരണം. അല്ലെങ്കിൽ ഞാൻ ഇവരെ പരിചയപ്പെടില്ല ഈ ടീമിനെ. ഇപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ November 14 ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് വരെ. ഇപ്പൊ ചേട്ടനോടെ എന്ന് പറഞ്ഞു, ദേ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി, നീ പ്രൊഡ്യൂസർ ബൈ വീണ നായർ. ഞാനിപ്പോ ഏട്ടനോട് പറഞ്ഞു, കുറെ പേര് നീ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതിനകത്തൊക്കെ എങ്ങനെ ഈ എമൗണ്ട് എങ്ങനെ തീർക്കും? ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലേ, ഒരാൾ എന്നോട് പറഞ്ഞു എന്ന്, ആ പേര് പറഞ്ഞില്ല, ഇൻഡസ്ട്രിയിലുള്ള 1-2 പേരാ. ഞാൻ ഏട്ടനോട് പറഞ്ഞു, എങ്ങനെയാ നിങ്ങൾ ഈ എമൗണ്ട് ഇത്രയും ദിവസത്തിലൊക്കെ തീർക്കാൻ പോണെന്ന് ചോദിച്ചു. പക്ഷെ അവരിത് കാണണം, ഇങ്ങനെയും സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഇത്രയും നല്ല ഔട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഗംഭീര ഔട്ടായിരിക്കും. ഞാനിത് ചുമ്മാ പറഞ്ഞു, ഞാൻ കണ്ടതുകൊണ്ടാ പറയണത്. ഇത് ഈ 15 ദിവസത്തിൽ തീർത്തതാണെന്ന് ഒരു മനുഷ്യര് പറയില്ല. അത്ര ഇവരെല്ലാവരും അതിനുവേണ്ടി കമ്മിറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഉറക്കം കുറെ പോയിട്ടുണ്ട്. കാരണം ഒരു സിനിമ 2-2.5 മണിക്കൂർ പോലെയല്ല, നമ്മൾ 7 എപ്പിസോഡ് വരുമ്പോൾ ഈ 7 ക്ലൈമാക്സ് പോലെ വരണം. അടുത്തൊരു എപ്പിസോഡ് കാണിപ്പിക്കാൻ തോന്നിപ്പിക്കുന്ന എന്തോ അവസാനിപ്പിക്കണം ഒരു അരമണിക്കൂറിനുള്ളിൽ. അപ്പോൾ ഇത് എഴുത്തിൽ ഭയങ്കരമായിട്ട് തിരുത്തലുകൾ വേണ്ടി വരും. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തിന് ഭയങ്കരമായിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും സിനിമയിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ഇതിനെ എത്ര വിഭാഗം വരുന്നു അത്രയും ക്ലൈമാക്സുകളും ടെക്സ്റ്റുകളും ഹാപ്പനിങ് സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ ഒരു ജഡ്ജ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു മെയിൻ ഘടകം നമ്മൾ സ്പോട്ട് എഡിറ്റ് വെക്കാറുണ്ട് സിനിമയ്ക്ക്, എപ്പോഴും വെക്കാറുണ്ട്. ഈ സ്പോട്ട് എഡിറ്റ് ഉള്ളപ്പോൾ നമുക്കൊരു ജഡ്ജ്മെന്റ് കിട്ടും, എത്ര ഡ്യൂറേഷൻ കിട്ടി, നമുക്ക് സീൻ എങ്ങനെ വർക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ. നമുക്കിത് സ്പോട്ട് എഡിറ്റിംഗ് നമ്മൾ വെച്ചിട്ടില്ല, അവിടെയും ടൈം കളയണ്ട. അതിന് വേണ്ടിയിട്ടൊരു 5 മിനിറ്റ് പോലും കളയാൻ നമ്മളെ കയ്യില്ല, അതുകൊണ്ട് അതും വെച്ചിട്ടില്ല. അപ്പം ഈ മനസ്സിലുള്ള ഒരു ജഡ്ജ്മെന്റ് മാത്രമാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആകെയുള്ളത് ഹുക്ക് പോയിന്റ് എല്ലാ എപ്പിസോഡിലും സ്ക്രിപ്റ്റിൽ സുനീഷ് വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഞ്ച് എന്തായാലും ഉണ്ട്. ആ പഞ്ചിൽ വിശ്വസിച്ച് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളോട് ചോദിച്ചായിരുന്നു, 6 എപ്പിസോഡ് ആക്കി മാറ്റണോ 7 എപ്പിസോഡ് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കത് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ അതിനുള്ള സാധനങ്ങൾ ഷൂട്ട് ചെയ്ത് അങ്ങനെയല്ല ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു നരേഷൻ സ്ക്രിപ്റ്റ് റൈറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ നരേഷൻ എങ്ങനെയാണോ അതിലൊരു പ്രീക്വൽ വരുന്നു, ആ പ്രീക്വലിനെ കണക്ട് ചെയ്തിട്ട് ഒരു എപ്പിസോഡ് വർക്ക് ആകുന്നു. അങ്ങനെയാണ് ഈ സാധനം പോകുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് ഭംഗി. ഒരു എപ്പിസോഡിന് ഒരു 5 മിനിറ്റ് കുറഞ്ഞാലും അത് അങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗി എന്ന് സീനോട് സംസാരിച്ചു. അവർക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കത് ഓക്കെ ആയി. അപ്പം ടോട്ടലി അത്തരം കാര്യങ്ങൾ എല്ലാം നന്നായി വന്നു എന്നുള്ളതാണ് ഞങ്ങളെ ഇപ്പോൾ
സന്തോഷിപ്പിക്കുന്ന കാര്യം. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും സന്തോഷത്തോടെ നമ്മളിത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഇത്രയും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് ഫിനാൻഷ്യൽ സാറ്റിസ്ഫാക്ഷൻ അല്ല, അത് ഞാൻ എടുക്ക് പറയാം. ഇപ്പൊ വീണയ്ക്കാണെങ്കിൽ പോലും ഈ പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് വീണ ഒരു ഭയങ്കര ലാഭത്തിലേക്ക് പോകുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു ചിന്ത ഇതിനകത്ത് വേണ്ട. അങ്ങനെയല്ല, ഇത് നമ്മൾക്കൊരു സാമ്പത്തിക ലാഭത്തിന് ഒരു നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ ഏറ്റെടുത്തൊരു പ്രോജക്റ്റ് നമ്മൾ പൂർത്തീകരിച്ചു, നമ്മളാൽ പറ്റുന്ന രീതിയിൽ ഫുൾ എഫേർട്ട് ഇട്ട് ചെയ്തു എന്ന് പറയുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിന്റെ ആകെ തുക എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കും ഞങ്ങൾ എല്ലാവരുടെയും സന്തോഷം. ഞാൻ ഈ ഒരു ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ, ഒരു പത്രവാർത്ത പറഞ്ഞുകൊണ്ട് തന്നെ, ശരിക്കും അത് തന്നെ ഒരു സംശയകരമായിട്ടുള്ള കാര്യമാണോ ഇത് റിയൽ ആയിട്ട് സംഭവിക്കും എന്നുള്ളത്? എല്ലാവരും ഭയം വരുമ്പോൾ എത്തുന്നൊരു സ്ഥലം പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു മന്ത്രവാദം നടക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്ന സംശയമുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു ഫിക്ഷൻ ആണോ പോകുന്നത്, അതല്ലെങ്കിൽ ഒരു സാങ്കല്പികം തന്നെയാണ്? ആക്ച്വലി ഇംഗ്ലീഷ് മൂവീസിലായിക്കോട്ടെ, ഒരു ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക്, ഒരു ബംഗ്ലാവിലേക്ക് ഒരു കാര്യമില്ലാതെ ഒരു 4-5 പേര് വന്നെങ്കിൽ താമസിക്കുക, എന്നിട്ട് വേണമെങ്കിൽ അവർക്ക് രക്ഷപ്പെടാം, പക്ഷെ എന്നാലും അവരവിടെ താമസിക്കുള്ളൂ. അതായത് നമ്മളിലേക്ക് ഒരു ഫീലിങ്സ് കൊണ്ടുവരാൻ വേണ്ടി. ഇത് ആക്ച്വലി ഒരു സാഹചര്യത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ സർക്കാർ ഉത്തരവ് പ്രകാരം ഇവർക്ക് അവിടുന്ന് മാറി പോവാന്ന് പറയുന്നത് പറ്റില്ല, ഇവർക്ക് പറ്റില്ല. ഇവർ പെട്ടുപോയതാണ്, ഇവർക്ക് വേറെ വഴിയില്ല. നമുക്ക് ഡ്യൂട്ടി ചെയ്യണം. മറ്റേ വെറുതെ താമസിക്കണം, നമുക്ക് ഇറങ്ങി പോവാം. അതിനകത്ത് ഒരു കഥയില്ലല്ലോ. ഇംഗ്ലീഷ് മൂവീസിലൊക്കെ മിക്കതിലും അങ്ങനെയാണ്, അവർ വരുന്നു താമസിക്കുന്നു. പക്ഷെ ഇത് നമ്മൾ ആക്ച്വലി ഒരു പറയാം താൽക്കാലികമായിട്ട് താമസിക്കുന്ന സിസ്റ്റം ഇവരെ അങ്ങ് ഏൽപ്പിച്ചു. അപ്പം ഇവർക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ. ഇവർ കുറെ സാധുവായിട്ടുള്ള നല്ല മനസ്സുള്ള കുറച്ച് പോലീസുകാര് ഇങ്ങനെ ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഉണ്ടാവുന്ന അതാണ് അതിനെ ഫേസ് ചെയ്യുന്നത് എങ്ങനെ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. അതിലൂടെ ഒരു ചെറിയൊരു ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് ചെറുതായിട്ട് അതിൽ ടച്ച് ചെയ്തു പോകുന്നുണ്ട്. ഇത് റിവീൽ ചെയ്യപ്പെടുന്നുണ്ട്. അതെ, ക്യാരക്ടർ ബുദ്ധിമുട്ടിക്കാൻ. മൈഥിലിയുടെ ക്യാരക്ടർ ഒരു പാരാനോർമൽ ആക്ടിവിറ്റി ഒക്കെ റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ കറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. ആണല്ലേ, ഇരിപ്പും അത് കാണുമ്പോ മനസ്സിലാവും എന്തുകൊണ്ട് ഇത് കറക്റ്റ്. ഓഡിഷനിൽ വന്നിട്ട് ക്രൂവിനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഷോട്ടേ കണ്ടുള്ളൂ, പക്ഷെ നമുക്ക് ആ ഷോട്ട് കാണുമ്പോൾ ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. ക്യാരക്ടർ കറക്റ്റാ ഉണ്ട്. ആൻഡ് ബിൻസി ശരിക്കും ഏറ്റവും ഒടുവിൽ ചോദിക്കാതെ വയ്യ, സീസൺ 7 ബിഗ് ബോസ് ഒരു ഫീമെയിൽ വിന്നറോടെ വന്നിരിക്കുന്നു. ബിഗ് ബോസ് ഹൗ ഡു ഫീൽ? എന്താ നല്ലതല്ലേ ആൻകുട്ടി വിന്നർ ആയതില്? എനിക്ക് എന്താ പ്രശ്നം അതിനകത്ത്? എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എന്താണ് സന്തോഷം. ഞാൻ കാര്യം പറയട്ടെ, അതൊക്കെ ഈ പറയണതൊക്കെ ശരിയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് 5 പൈസ പോലും കളയാതെ എവിടെയും പോയി ട്രാവലും അങ്ങനെ ട്രിപ്പൊന്നും പോയി അടിച്ചു പൊളിക്കാതെ അങ്ങനെ സ്വരുക്കൂട്ടി ജീവിക്കുന്ന ഒരു കൊച്ചാണ്. എനിക്ക് ഞാൻ ഒരുപാട് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. 1-2 വട്ടം ഞാൻ ഈ ഫ്ലവേഴ്സിലെ പ്രോഗ്രാം പോയപ്പോഴാണ് അതിനെ കണ്ടിട്ടുള്ളത്. ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. സന്തോഷല്ലേ നമ്മുടെ കൂടെയുള്ള ഒരു പെൺകുട്ടി, വീട് നോക്കുന്ന ഒരു പെൺകുട്ടി, അവള് സ്ട്രഗിൾ ചെയ്യുന്ന, അവളുടെ പോലെ സ്ട്രഗിളിങ് ഒന്നും കുറഞ്ഞില്ലേ? ഇത്രയും പൈസ കിട്ടി, ഇനി കുറച്ചുനാള് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. അതിലെനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഗെയിമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഗെയിം കളിച്ചവര് 3 പേര് തന്നെയാണ് ലാസ്റ്റ് വന്നത്. 3 പേര് തന്നെയാണ് ലാസ്റ്റ് വന്നത്. പിന്നെ ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണ്. വിൻ ചെയ്യാന്നുള്ളത് ഭാഗ്യം. പിന്നെ PR ഒരു പരിധി വരെ എല്ലാം സത്യം തന്നെയാണ്. ഗെയിം കളിക്കാതെ ഒരിക്കലും ചുമ്മാ PR കൊണ്ട് മാത്രം ആരും ജയിക്കില്ല. ഗെയിമും കളിക്കണം, PR-ഉം വേണം. എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും PR ഉണ്ട്. ഇവിടെയുള്ള വലിയ താരങ്ങൾക്ക് PR ഉണ്ട്. ഇവിടെയുള്ള വലിയ പൊളിറ്റീഷ്യന്മാർക്ക് PR ഉണ്ട്. എല്ലാവർക്കും PR ഉണ്ട്. ഇല്ലേ? നിങ്ങളെ ഇപ്പൊ വിളിച്ച് നമ്മൾ ഈ പ്രൊമോഷൻ ചെയ്യുന്നത് PR-ന്റെ ഭാഗമല്ലേ? സോഷ്യൽ മീഡിയ ആണ് ഇൻഡസ്ട്രിയിലെ എല്ലാ കാര്യങ്ങളും. പ്രൊജക്റ്റുകൾ പോലും ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്ന് പോലെ സിനിമ നല്ല വിജയിപ്പിക്കുന്നൊക്കെ സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ. ഞങ്ങൾ ആക്ച്വലി 15 ദിവസം ബിഗ് ബോസ് തന്നെ പുലർച്ചെ ഞങ്ങളും പാൽക്കാരനും പത്രവും ഒരുമിച്ച യാത്ര. പക്ഷെ അവിടെ 8 മണിക്ക് എഴുന്നേറ്റ് നമുക്ക് പുലർച്ചെ തുടങ്ങില്ല. വരുന്നതാണെന്നോ വിചാരിച്ചേ? വരുന്നതല്ല, അല്ല, പാൽക്കാരന്റെ കൂടെ റൂമിലേക്ക് പോവുക ചെയ്യണേ. പത്രക്കാരന്റെ കൂടെ തിരിച്ചു വരും. പാൽക്കാരൻ പാലിട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ
നമ്മളും വരും സെറ്റിലേക്ക്. യെസ്, അടിപൊളി. എന്തായാലും സീസൺ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു 6 സീസൺ വിന്നേഴ്സ്, ഒരു വിന്നറില്ലാത്തൊരു സീസൺ അല്ലേ വീണ ചേച്ചിയുടെ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഞങ്ങളുടെ സീസൺ കോവിഡ് വന്ന് 2 സീസൺ കിട്ടി, പക്ഷെ ഒരു സീസൺ അത് ഒരു പിന്നെ സീസൺ നടത്തി മാത്രം ഇങ്ങനെ പോയി. നന്നായി, അങ്ങനെ ആവട്ടെ. അതെ, ആ സീസണിൽ വഴക്ക് കുടിക്കാമല്ലോ. അതല്ല ഞങ്ങളൊക്കെ വിന്നേഴ്സിനാണെന്ന് പറയാം, അതുകൊണ്ട് ഞങ്ങളൊക്കെ winners ആണ്. എല്ലാവരും വിന്നേഴ്സ് അത്രേ ആയിട്ടുള്ളതാണ്. അതേപോലെ ഇത് ഇറങ്ങുമ്പോഴും നിങ്ങൾ എല്ലാവരും വിന്നേഴ്സ് ആവട്ടെ, Thank you so സംഭവം much. കത്തട്ടെ. ഇനി ഇവിടെ അങ്ങോട്ട് കുറെ പേർക്ക് വെബ് സീരീസിൽ ഒരു ഹൊറർ കോമഡി ചെയ്യാനുള്ള ഒരു ധൈര്യം ഇതിൽ നിങ്ങളോട് കിട്ടട്ടെ. Thank ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. Thank you so much. Thank you. നമസ്കാരം.